പത്തനംതിട്ട നമുക്ക് ആ പത്തനംതിട്ടയിലേക്ക് ഒന്ന് കടന്നു. തൃശ്ശൂർ വന്നില്ല, നമ്മൾ പത്തനംതിട്ടയിലേക്ക് വരണം. പത്തനംതിട്ടയിൽ ഇത്തവണ BJP അവതരിപ്പിച്ചത് വേറെ ആരെയുമല്ല, സാക്ഷാൽ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി. അനിൽ പോലും ഒരുപക്ഷെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥം പ്രതീക്ഷിച്ച് കാണില്ല. അനിലോട് ഞാൻ വീണ്ടും ഇന്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് തലേ ദിവസമാണ് കോൾ വരുന്നത് BJP ആസ്ഥാനത്ത് നിന്ന് പത്തനംതിട്ടയിൽ മത്സരിക്കണം തരത്തിൽ. പക്ഷെ നമ്മൾ അന്ന് വരെ നമ്മൾ മാധ്യമപ്രവർത്തനം പ്രതീക്ഷിച്ചിരുന്നത് PC ജോർജ് ആയിരിക്കും സ്ഥാനാർത്ഥി അല്ലേ. PC തന്നെ പ്രഖ്യാപിച്ചിരുന്നു പത്തനംതിട്ടയിൽ ഞങ്ങൾക്ക് 1,00,000 വോട്ടുകൾ BJP വോട്ടുകൾ കൂടാതെ 1,00,000 വോട്ടുകൾ എക്സ്ട്രാ ഉണ്ട്, അത് സ്വാഭാവികമായിട്ട് BJP അല്ല. എന്നിട്ട് അത് ശരി, ഓക്കെ, സമ്മതിച്ചു. അപ്പൊ അതിനുശേഷം കടന്നു വരുന്ന ആരാണ്? അനിൽ ആന്റണി ഈ പറഞ്ഞതുപോലെ രാജ്യസഭയൊക്കെ വന്ന പോലെയാണ് പലരും ആദ്യം ചോദിച്ചു. കഴിഞ്ഞ തവണത്തെ ശബരിമല തൊട്ടുണർത്തിക്കൊണ്ട് മോദി വന്നു, അവിടെ മുതൽ തുടങ്ങാം. അല്ല, ശബരിമലയുടെ ഒരു പ്രഭാവം രണ്ടാമത് വോട്ട് നേടിയ മണ്ഡലമാണ് പത്തനംതിട്ട. സുരേന്ദ്രനായിരുന്നു അവിടെ സ്ഥാനാർത്ഥി. 2,97,000 വോട്ടുകൾ ഞാൻ പറഞ്ഞത്. 97,000 വോട്ട്, 2,97,000 വോട്ടുകൾ സുരേന്ദ്രന് കിട്ടിയ ഒരു മണ്ഡലമാണ് പത്തനംതിട്ട എന്ന് പറയുക. ആ വോട്ടിംഗ് നിലനിർത്തുക എന്നുള്ളതാണ് ഈ BJPയുടെ ഘട്ടം ഘട്ടമായുള്ള വളർച്ചയെ കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല എന്നാണ് തോന്നുന്നത്. രേണു പറയുന്ന അനുസരിച്ച് 2019 വലിയ വോട്ട് ശതമാനം കുറയുമെന്നാണ് രേണു പറഞ്ഞത്. വോട്ടിംഗ് ശതമാനം കൂടി സുരേന്ദ്രന്റെ സമയത്ത്, വിജയത്തിലേക്ക് ആ ഫാക്ടർ ഇപ്പോൾ ഇല്ലല്ലോ, ശബരിമലയുടെ ഫാക്ടർ ഇപ്പോൾ ഇല്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അത്രയെങ്കിലും പെർസെന്റേജ് വോട്ട് ഇപ്പോൾ കിട്ടിയാൽ നല്ലത് അനിൽ ആന്റണിക്ക്. 20 വർഷം മുമ്പുള്ള BJP ആണ്. 2004 രേണു മാധ്യമപ്രവർത്തനം തുടങ്ങിയ സമയത്ത് BJP ആണ് വിചാരം. 90 കാലഘട്ടത്തിലാണ് രേണു മാധ്യമപ്രവർത്തനം ആരംഭിച്ചത്. അതെ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ എന്തായാലും പത്തനംതിട്ടയിൽ അനിൽ ആന്റണി, എന്റെ ഒരു നിരീക്ഷണം അനുസരിച്ച് അനിൽ ആന്റണി അതിശക്തനായ ഒരു കാൻഡിഡേറ്റ് അല്ല എന്ന് തന്നെ എനിക്ക് നിരീക്ഷണമുണ്ട്. പക്ഷേ PC ജോർജ് ആയിരുന്നുവെങ്കിൽ കാര്യം, PC ജോർജിനെ കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വാക്കുകൾ പലപ്പോഴും അതിര് കടക്കുന്നു എന്ന് തോന്നലുണ്ടെങ്കിലും PC ജോർജ് ആ പ്രദേശത്തും ആ ബെൽറ്റിലുമൊക്കെ മറ്റൊരു ഇമേജും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇടയ്ക്ക് എൽദോ പറഞ്ഞല്ലോ, നമ്മളിൽ ഒരാൾ എന്ന് തോന്നുന്ന, അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു PC ജോർജ്. PC ജോർജ് ആയിരുന്നു കൂടുതൽ ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. അനിൽ ആന്റണി പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിന് ഒരു അജണ്ടയാക്കിയാണ് അവർ അവിടെ അവതരിപ്പിച്ചത്. എങ്കിലും അത്രയും പ്രതീക്ഷ ഇല്ല എന്ന് പറയുന്നിടത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ അനിൽ ആന്റണി ജയിക്കുന്നുള്ള വാദമൊന്നും പറയുന്നില്ല, എങ്കിലും മലങ്കര ഓർത്തഡോക്സ് യാക്കോബായ സഭകൾക്കൊക്കെ നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലം. ഈ പറഞ്ഞ പോലെ PC ജോർജ് ഒരു വശത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ആ ക്രിസ്ത്യൻ വോട്ടുകൾ നല്ലോണം നിർണായകമാകുന്ന ഒരു സമയത്ത് അത് അനിൽ ആന്റണിക്ക്, എനിക്ക് തോന്നുന്നു ഈ അനിൽ ആന്റണി അവിടെ ഒരു പരിചിതനല്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. പിന്നെ അത് ഇറങ്ങി ചെയ്തതിനു ശേഷം കുറച്ച് ഓളമൊക്കെ ഉണ്ടാക്കി, നമ്മൾ ആ വീഡിയോ കണ്ടതാണല്ലോ. അത്തരത്തിലൊക്കെയുള്ള ഞാൻ പറഞ്ഞ അത് വോട്ടായി മാറണമെന്നല്ല. ഇപ്പൊ അപർണ പറഞ്ഞ കാര്യമില്ലേ, അവിടെയാണ് തോമസ് ഐസക്കിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് തോമസ് ഐസക്കിന്റെ സാധ്യത ഒരിക്കലും അഭിലാഷ് KP പറയില്ല എന്ന് വ്യക്തമായ ബോധ്യം എനിക്കുണ്ടല്ലോ. തോമസ് ഐസക്ക് ഈ പറയുന്ന മലങ്കര സിറിയൻ വോട്ടുകൾ നിർണായകമാണ്. ഈ 3 പേരും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളാണല്ലോ. ഏറ്റവും വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ തോമസ് ഐസക്കിന് മറ്റൊരു സംഭവം ഉണ്ടല്ലോ, പിന്നെ സൗമ്യനായിട്ടൊരു മുഖമാണ്. എന്ത് പറഞ്ഞാലും ചിരിക്കുക എന്നുള്ള സംഭവമുണ്ട്. ഇതൊക്കെ ഫാക്ടർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാക്ടർ ആകും എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും സ്ത്രീ വോട്ടുകൾക്കിടയിലെങ്കിലും ഈ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്, CPM-ന്റെ മുതിർന്ന നേതാവാണ്, മുൻ മന്ത്രിയാണ്. തൃശ്ശൂരിലാവുമ്പോൾ മാത്രമേ കാര്യത്തിൽ സുരേഷ് ഗോപി ചിരിക്കുന്നതൊന്നും എൽദോ അംഗീകരിക്കില്ല. നേരിട്ട് റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ടർമാർക്ക് അറിയാം. തൃശ്ശൂരിലെ റിപ്പോർട്ടർമാർ ചോദിക്കുക 3 വോട്ടർമാർക്ക് ഐസക്കിന് വോട്ട് ചെയ്യും. എന്താണ് അടിപൊളി ആത്മവിശ്വാസം. വോട്ടുകൾ പിടിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജനകീയനായ തോമസ് ഐസക്കിനെ അവിടെ മത്സരിപ്പിക്കുന്നത്. പക്ഷേ ഈ പറയുന്നത് പോലെ ക്രിസ്ത്യൻ വോട്ട് അനിൽ ആന്റണിക്ക് കിട്ടും. കാരണം ക്രിസ്ത്യൻ വോട്ട് അനിൽ ആന്റണിക്ക് അവിടെ ഞാൻ എൽദോയുടെ ടീമാണ്, എനിക്കത് കൂടെ നിൽക്കണം. എങ്കിലും ഞാൻ വളരെ കൃത്യമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വൈദികനെ ആക്രമിച്ച അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു വ്യാജപ്രചരണം നടത്തിയത് മുഖ്യമന്ത്രി പറയുക, അങ്ങനെ മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കാനുള്ള ഒരു ചാൻസ് ഒക്കെ അവിടെ ഉണ്ടായില്ലേ, അത് CPM-ന് തിരിച്ചടിയാവുന്ന ഒരു സാധ്യതയില്ല?
എനിക്ക് തോന്നുന്നില്ല അത്തരത്തിലൊരു പ്രശ്നം. ഈ പത്തനംതിട്ടയിൽ ഇപ്പോൾ രേണു സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഒരു സാഹചര്യം തീർത്തുമല്ല ഇത്തവണ അവിടെ. അത് ആ ഈ BJP കെ സുരേന്ദ്രനോട് അത്രയും വോട്ട് നേടി എന്ന് പറയുന്നത് അതിന്റെ സാഹചര്യം വലിയ വ്യത്യാസമാണ്. അനിൽ ആന്റണി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, അതും AK ആന്റണിയുടെ മകൻ എന്ന നിലയിൽ എങ്ങനെയാണ് ഒരു ഇമ്പാക്ട് വരുന്നതെന്ന് പറയട്ടെ. ഒരു സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങളുടെ അടുത്ത്, സ്ത്രീകളുടെ അടുത്ത് അച്ഛനെ അല്ലെങ്കിൽ ഒറ്റുകൊടുത്ത് പോയ ഒരു യൂദാസ്, ക്രിസ്ത്യൻ വാക്കിൽ ഞാൻ പറയുന്നതാണ്, യൂദാസ് എന്നുള്ള മട്ടിലാണ് അനിൽ ആന്റണി അവിടെ ചിത്രീകരിക്കുന്നത്. ഒരു തരത്തിലും ക്രിസ്ത്യൻ വോട്ട് അനിൽ ആന്റണിക്ക് പോകുമെന്നുള്ള മോഹം ആ വെള്ളം BJP-ക്കാര് വാങ്ങിവെക്കുകയായിരിക്കും. അല്ല, ആ വിഭാഗത്തിന്, ക്രിസ്ത്യൻ വിഭാഗത്തിന് BJP-യോടുള്ള ആ തൊട്ടുകൂടായ്മയൊന്നും മുമ്പലത്തെ പോലെ ഇപ്പോഴില്ല എന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വലിയ ഡാമേജ് ഒരു പക്ഷെ ഉണ്ടായില്ല. പക്ഷേ ഈ പറയുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച നേട്ടം അവിടെ കെ സുരേന്ദ്രൻ മത്സരിച്ചിട്ട് പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. വീണ ജോർജിന്റെ മണ്ഡലത്തിൽ പോലും ലീഡ് നേടാൻ അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം എത്താനൊക്കെ കഴിഞ്ഞൊരു സാഹചര്യം BJP-യെ സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ അത് പുറകോട്ട് പോയി. ഇപ്പോൾ ശബരിമലയുടേതായ യാതൊരു സാഹചര്യമില്ല. പ്രധാനമന്ത്രി വന്ന് അവിടെ അങ്ങനെ ആ നിലയിൽ അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രചരണം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു അഡ്വാൻറ്റേജ് ഒന്നും കിട്ടത്തില്ല. പിന്നെ ഈ പെർസെന്റേജ് വോട്ടെങ്കിലും നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനിലിന് നല്ലത്. ശബരിമല മാത്രമാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം ഏക ആശ്രയം. നിങ്ങൾക്ക് ഈ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. അറിയാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞുതരാം. അത് പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലായിടത്തും പോയിട്ട് കാര്യം നടക്കുന്നുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിൽ പോയി തമിഴ്നാട്ടിലെ സീറ്റുണ്ട്, ഇവിടെ ഇനി കാര്യം നടന്നില്ല ഒരു കാര്യം ഞാൻ പറയാം, അത് കൃത്യമായി പറഞ്ഞു. അതായത് BJP എന്ന പാർട്ടി 2024 ഇലക്ഷൻ മാത്രം ലക്ഷ്യം വെച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടിയല്ല. 2024 റിസൾട്ട് വന്ന് മോദി അധികാരത്തിൽ വരുന്ന ദിവസം 2029 പണി തുടങ്ങും. അതാണ് നമ്മുടെ രീതി. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് AK ആന്റണിയെ പോലെ കോൺഗ്രസ് നേതൃത്വത്തിലെ രണ്ടാമത്തെ നേതാവിന്റെ മകൻ BJP-യിലേക്ക് വരികയാണ്. അതെ, കേരളത്തിൽ ഏത് സീറ്റിൽ AK അനിൽ ആന്റണിയെ മത്സരിപ്പിക്കും? നിങ്ങൾ പറ. കേരളത്തിൽ എറണാകുളത്തോട് മത്സരിപ്പിക്കാൻ പറ്റുമോ? BJP-യുടെ ഒരു A ക്ലാസ് മണ്ഡലത്തിലെ അനിൽ ആന്റണിയെ മത്സരിപ്പിക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ PC ജോർജ് അല്ല, എത്ര വലിയ ആൾ വന്നാലും മാറ്റി നിർത്തി അവിടെ മത്സരിപ്പിക്കും. അതാണ് പാർട്ടിയുടെ രീതി തന്നെ. ഞാൻ പറഞ്ഞത് അനിൽ ആന്റണിക്ക് ഈ സമയത്തുള്ള ഇമേജ് ആണ് പ്രശ്നം. ഇമേജാണ് അനിൽ ആന്റണി ഇപ്പോൾ തോൽവി രണ്ടാമത്, ജയവും തോൽവി രണ്ടാമത്. മത്സരിക്കട്ടെ, BJP അവിടെ നാഷണൽ തലത്തിൽ, ദേശീയ തലത്തിൽ ഈ വാർത്ത ഉണ്ടാക്കി ഇമ്പാക്ട് അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? നാഷണൽ മീഡിയയിൽ ആ വാർത്ത AK ആന്റണിയുടെ മകൻ BJP സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ ശബരിമലയുടെ നാട്ടിൽ മത്സരിക്കുന്നു എന്നാണ് വാർത്തകൾ വന്നത് നിരവധി ദേശീയ മാധ്യമങ്ങളിൽ. പോസിറ്റീവ് വാർത്തയായിട്ട് പത്തനംതിട്ടക്കാർ കാണില്ലല്ലോ. മത്സരിച്ചതുകൊണ്ട് ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ ഇമ്പാക്ട് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ, ആയിക്കോട്ടെ. ഞാനിപ്പോ ചർച്ച ചെയ്യുന്നത് കേരളത്തെ പറ്റിയാണ്, പത്തനംതിട്ട മണ്ഡലത്തെ പറ്റിയാണ്. അതായത് ഉത്തമ ഇവിടെ ഒരു താത്വികമായ അവലോകനമാണ് നമ്മൾ നടത്തിയത്. പറഞ്ഞിട്ടേ ഇല്ല. ഞങ്ങള് മേടിച്ച ഒരാള് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് മത്സരിപ്പിച്ചൂടെ എന്നാണ് രഞ്ജിത്ത് ചോദിച്ചത്. എന്തോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് അപർണയും എൽദോയും രേണുകയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. BJP ഇന്ത്യ മുഴുവൻ മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ്. അല്ലാതെ കേരളത്തിലോ ത്രിപുരയിലോ പശ്ചിമ ബംഗാളോ പോലെയുള്ള ഏതാനും സംസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഒരു പാർട്ടിയല്ല. അതുകൊണ്ടാണ് രഞ്ജിത്തിന് ഇതിനെ ഇത്രയധികം വിശാലമായി പത്തനംതിട്ടയെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്.